മലപ്പുറം വണ്ടൂരിൽ യുവാവ് മരിച്ചത് നിപ്പ ബാധിച്ചെന്ന് സംശയം. ബാംഗ്ലൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞയാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ മരിച്ചത്. ഇതിലാണ് ഇപ്പോൾ നിപ്പ ബാധ സംശയിക്കുന്നത്. കോഴിക്കോട് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഫലം പോസിറ്റീവാണ്. പൂനെയിലെ വൈറോളജി ലാബിൽ നടത്തുന്ന പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ നിപ്പ ബാധിച്ചുള്ള മരണമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. തിങ്കളാഴ്ചയാണ് യുവാവ് മരിച്ചത്. മരണത്തിൽ ചില സംശയങ്ങൾ ഡോക്ടർമാർക്കുണ്ടായിരുന്നതിനെ തുടർന്നാണ് പരിശോധനയ്ക്കായി കോഴിക്കോട്ടേക്ക് അയച്ചത്. നേരത്തെ മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രയിൽ ഒരു യുവാവ് നിപ്പ ബാധിച്ചു മരിച്ചിരുന്നു. അവിടെ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ നിപ്പ സംശയിക്കുന്ന യുവാവിന്റെ വീട്. 2 മാസം മുമ്പാണ് നിപ്പ ബാധിച്ച് പാണ്ടിക്കാട് സ്വദേശി മരിച്ചത്. കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചു എന്ന് ആരോഗ്യവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര യോഗം ചേരുകയും ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ സമ്പർക്ക പട്ടികയുൾപ്പെടെ തയ്യാറാക്കി കൂടുതൽ പരിശോധന നടത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ പനി എന്ന ധാരണയിൽ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും യുവാവ് അടുത്തിടപഴകുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വലിയ മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളിലേക്ക് ആരോഗ്യവകുപ്പിന് കടക്കേണ്ടി വരും. യുവാവിന്റെ വീട്, ആദ്യം ചികിത്സ തേടിയ ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിലും സമ്പർക്ക പട്ടിക വിശാലമാണ്. ഈ പ്രദേശങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ വേർതിരിക്കുന്നതിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുമെന്നാണ് റിപ്പോർട്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞയാഴ്ച മരിച്ച 23 വയസ്സുകാരനായ യുവാവിന്റെ സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ പോസിറ്റീവായി സ്ഥിരീകരിച്ചത്. സെപ്റ്റംബർ 9 പെരിന്തൽമണ്ണയിലെ MES മെഡിക്കൽ കോളേജിൽ വെച്ച് യുവാവ് മരിച്ചത്. ഇന്നലെ സാമ്പിൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിൽ നടത്തിയ PCR പരിശോധനയിൽ ഫലം പോസിറ്റീവാകുകയുമായിരുന്നു. തുടർന്ന് സ്ഥിരീകരണത്തിനായി പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ അയക്കുകയായിരുന്നു. ഇപ്പോൾ പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള സ്രവ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉന്നതതല സംഘം യോഗം കൂടുന്നുണ്ട്. യുവാവിന്റെ റൂട്ട് മാപ്പും കബറടക്കമടക്കമുള്ള കാര്യങ്ങളും ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. പനി ബാധിച്ച യുവാവിന് ഛർദി ഉണ്ടായിരുന്നു. ആദ്യം നടുവത്തുള്ള സ്വകാര്യ ക്ലിനിക്കിലും പിന്നീട് വണ്ടൂരുള്ള സ്വകാര്യ ക്ലിനിക്കിലും യുവാവിനെ ചികിത്സക്കായി കൊണ്ടുപോയിരുന്നു. എന്നാൽ അസുഖം മാറാതെ വന്നതോടെ യുവാവിനെ പെരിന്തൽമണ്ണയിലെ MES മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. യുവാവുമായി സമ്പർക്കമുള്ള സഹോദരി, സുഹൃത്ത് എന്നിവരും ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലാക്കി. വണ്ടൂരിലെ തിരുവാലി പഞ്ചായത്തിലാണ് യുവാവിന്റെ വീട്. ഇവിടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.